അതേസമയം സ്കൂൾ സമയമാറ്റത്തിൽ അനുകൂല നടപടിയില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്ന് സമസ്തയുടെ മുന്നറിയിപ്പ്. നിലവിലെ തീരുമാനം മദ്രസാ പഠനത്തെ ബാധിക്കും. ചർച്ചയിൽ പ്രായോഗിക നിർദ്ദേശങ്ങൾ സമർപ്പിക്കും. അനുകൂല തീരുമാനമില്ലെങ്കിൽ എല്ലാ പോഷക സംഘടനകളെയും അണിനിരത്തി ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും സമസ്ത നേതാക്കൾ പറഞ്ഞു. സർക്കാരുമായ ചർച്ചയിൽ പ്രായോഗിക നിർദ്ദേശങ്ങൾ സമർപ്പിക്കും. അനുകൂല നടപടി ഉണ്ടാവുന്നില്ലെങ്കിൽ സമരം ശക്തമാക്കാൻ കോഴിക്കോട് ചേർന്ന സമസ്തയുടെയും പോഷക സംഘടനകളുടെയും സംയുക്ത ഏകോപന സമിതി യോഗം തീരുമാനിച്ചു. കാമണിക്കൂർ രാവിലെയും കാമണിക്കൂർ വൈകുന്നേരം എടുത്തിട്ട് അതാണ് പറയുന്നത്. അരമണിക്കൂർ വർദ്ധിപ്പിക്കുന്നത് മൂലം മദ്രസ പഠനത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നതിനാൽ സമയമാറ്റം പുനഃപരിശോധിക്കണമെന്ന് സമസ്ത മുഖ്യമന്ത്രിക്ക് നിവേദനം സമർപ്പിച്ചിരുന്നു. മുഹമ്മദ് അസ്ലം വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അസ്ലം, അടുത്തയാഴ്ചയാണ് ചർച്ച. പക്ഷേ നേരത്തെ വിദ്യാഭ്യാസ മന്ത്രിയുടെ വാക്കുകൾ നമ്മൾ കേട്ടു. തീരുമാനത്തിൽ നിന്ന് പിന്മാറാനല്ല, ബോധ്യപ്പെടുത്താനാണ് ചർച്ച നടക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. സമസ്ത തയ്യാറാകുമോ? ചർച്ചയിൽ എന്ത് തീരുമാനം അനുസരിച്ചായിരിക്കും പ്രക്ഷോഭത്തിലേക്ക് പോവുക. അതേസമയം വിദ്യാഭ്യാസ മന്ത്രിയുടെ ഈ സമീപനത്തിൽ വലിയ തോതിൽ അമർഷം സമസ്തയിലുണ്ട്. ഇന്ന് കോഴിക്കോട് ചേർന്ന സംസ്ഥ ഏകോപന സമിതി യോഗത്തിൽ ആ അമർഷം വ്യക്തമാക്കുകയും ചെയ്തു. ഉമർ ഫൈസി മുക്കം ഇടതുപക്ഷവുമായും സർക്കാരുമായിട്ടൊക്കെ വലിയ അനുകൂല സമീപനം സ്വീകരിക്കുന്ന നേതാവാണ് സമസ്തയിലെ. എന്നിട്ടും അദ്ദേഹം വളരെ കൃത്യമായി തന്നെ ധിക്കാരപൂർവമായ നടപടിയാണ്. ജനങ്ങൾ ഇങ്ങോട്ട് വരട്ടേണ്ടതില്ല, സമസ്തയാണെങ്കിലും മുസ്ലിം സമൂഹമാണെങ്കിലും പിന്നെ സമൂഹത്തിൻ്റെ ഭാഗമാണ്, അവർ പറയുന്നതും കേൾക്കണം എന്നുകൂടി കൃത്യമായി പറഞ്ഞതുകൊണ്ട് സർക്കാർ ഒരു ചർച്ചയ്ക്ക് അനുകൂലമല്ല നിലപാടായിരുന്നു ആദ്യം. പ്രത്യേകിച്ച് സമസ്ത പ്രസിഡന്റ് ജിഫ്രി തങ്ങൾ വളരെ ശക്തമായ സമീപനം സ്വീകരിച്ചതിനെ തുടർന്ന് ചർച്ചയാകാമെന്നതിലേക്ക് സർക്കാർ എത്തി. അതേസമയം ഇപ്പോഴും ചർച്ചയാകാമെന്ന് പറയുമ്പോഴും സമയം മാറ്റാൻ അല്ല, പകരം ബോധ്യപ്പെടുത്താനാണെന്ന് പറഞ്ഞുകൊണ്ടുകൂടി മുൻകൂട്ടി നിശ്ചയിച്ച ചർച്ചയാണെന്ന രീതിയിലേക്ക് വരുന്നുണ്ട്. അതേസമയം സർക്കാർ നിശ്ചയിച്ച ചർച്ച എന്നതിൽ അതിന് മുന്നേ ഒരു സമര പ്രക്ഷോഭത്തിലേക്കൊന്നും പോകേണ്ടതില്ല എന്നൊരു പൊതു തീരുമാനത്തിലാണെന്ന് എത്തിച്ചേർന്നത്. വിദ്യാഭ്യാസ മന്ത്രിയുടെ നിലപാടിനുള്ള എതിർപ്പ് പരസ്യമാക്കുമ്പോൾ തന്നെ, അതൃപ്തി പരസ്യമാക്കുമ്പോൾ പോലും ഈ ചർച്ചയിൽ നിന്ന് അവർ വിട്ടുനിൽക്കില്ല. ചർച്ചയിൽ പോവുകയും സമസ്തയ്ക്ക് ഈ വിഷയത്തിൽ പറയാനുള്ള നിർദ്ദേശങ്ങൾ, നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യും. ഈ രാവിലെയും വൈകിട്ടും സമയമെടുക്കുന്നതിന് പകരം ശനിയാഴ്ച സമയമെടുക്കുക ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങളായിരിക്കും സമസ്ത വയ്ക്കുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിലൊരു അനുകൂല നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ, അനുകൂല നിലപാട് വെച്ചാൽ തീരുമാനം മാറ്റുകയോ അല്ലെങ്കിൽ പോലും ഇവരെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ടൊരു തീരുമാനത്തിലെത്തുകയാണെങ്കിൽ ഒരു പക്ഷേ സർക്കാരിന് അങ്ങനെ പോകുന്നതിൽ പ്രശ്നം ഉണ്ടാവില്ല. അതേസമയം കടുത്ത സമീപനങ്ങൾ, പ്രത്യേകിച്ച് പരസ്യമായ രീതിയിൽ തന്നെ സംസ്ഥാന നിലപാടുകൾ തള്ളിക്കളയുന്ന രീതിയിലേക്ക് പോവുകയാണെങ്കിൽ ഒരുപക്ഷെ വലിയ പ്രക്ഷോഭത്തിലേക്ക് പോകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുന്നില്ല. എന്തായാലും വിദ്യാഭ്യാസ മന്ത്രിയുടെ ഇന്നത്തെ വാക്കുകൾക്ക് സമസ്തയിൽ അമർഷമുണ്ട്. ഉമർ ഫൈസി മുക്കം അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ അതൃപ്തി വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ പോലും ചർച്ചയുമായി മുന്നോട്ട് പോകാൻ തന്നെ സമസ്ത തീരുമാനിച്ചിരിക്കുന്നു. അടുത്ത ആഴ്ച ചർച്ച നടക്കും. ചർച്ചയിൽ സർക്കാർ എടുക്കുന്ന സമീപനമായിരിക്കും പ്രത്യേകത. സമയം മാറ്റുമോ ഇല്ലയോ എന്നതിനപ്പുറത്തേക്ക് എങ്ങനെ ഈ ഒരു സമസ്ത ഉൾപ്പെടെ മദ്രസ പ്രസ്ഥാനങ്ങളെ എങ്ങനെ അവർ വിശ്വാസത്തിലെടുക്കും, അവരെങ്ങനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തും എന്നുള്ളതാണ് പ്രധാനം. എന്തായാലും വിദ്യാഭ്യാസ മന്ത്രി ഇങ്ങനെ പറയുമെങ്കിൽ പോലും മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ഒരു കൃത്യമായ ഇടപെടൽ നടത്തും, അനുഭാവപൂർവമായ ഇടപെടൽ നടത്തുമെന്നൊരു പ്രതീക്ഷ സമസ്ത നേതൃത്വത്തിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചർച്ചയ്ക്ക് ശേഷമായിരിക്കും സമസ്ത ഇക്കാര്യത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾ നടത്തുക.